ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ചിനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഫെബ്രുവരി 24 നടക്കുന്ന ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിൻ്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. അസിസ്റ്റന്റ് കളക്ടർ ആൽഫ്രഡ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവി, തഹസിൽദാർ ആൻഡോ ജേക്കബ്, സീനിയർ സൂപ്രണ്ട് ആനന്ദ് കുമാർ AV എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗമായിരുന്നു ചേർന്നിരുന്നത്. പൂരത്തിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലനവും രാഷ്ട്രീയവും സാമുദായികവുമായ സഹകരണവും ഉറപ്പുവരുത്തുന്നതിനും മറ്റു വകുപ്പുകളുടെ ഏകോപനവുമായിരുന്നു യോഗത്തിൽ തീരുമാനമായി കൈക്കൊണ്ടത്. വിവിധ വകുപ്പിലെ മേലുദ്യോഗസ്ഥർ, വിവിധ ദേശങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഈ മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കാറുണ്ടോ? ഈ സ്പോൺസേഴ്സ് കൊടുക്കുന്ന സാധാരണ ക്യാപ്പോ അത് കൊടുക്കുന്നില്ല. അതാണ് പൂരപ്പറമ്പ് നിറച്ചും ആൾക്കാർ വലിച്ചെറിഞ്ഞ് പോകുന്നത്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആളുകളോടും വരുന്ന ആളുകളോടും ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കണം. ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. ഇത് പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് വിടാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഇത്രയും ഒരു മീറ്റിംഗ് കൂടി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മിറ്റിക്കാരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കും. പെട്ടെന്ന് ഓർമ്മ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പൂരം എല്ലാവരും ഒരുമിച്ച് നടത്തേണ്ടതാണ്. മുമ്പ് നടന്നതുപോലെ എല്ലാ വകുപ്പുകളും പൂർണ്ണമായ ഏകോപനത്തോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളൊരു ഹോൾമാർക്കായി കൊണ്ടുവരാം. നമുക്ക് ഒരു വൃത്തിയും ഒരു വെടിപ്പിന് വേസ്റ്റ് ഇല്ലാതെ എന്തായാലും കാണാനും ഭംഗിയാണ്. നമുക്ക് എല്ലാ അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് പൂരം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. വരുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ റെസ്പോൺസിബിൾ ആക്കാൻ ശ്രമിക്കുക. ആ ഒരു നമുക്ക് ഇതുവരെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഈ പൂരം തൊട്ട് രജിസ്റ്റർ അത് നമുക്ക് നോക്കാൻ ശ്രമിക്കുക. അത് കമ്മിറ്റിയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവിധ സഹകരണങ്ങളും കിട്ടും. നമ്മൾ അതൊന്ന് പൂർണ്ണമായിട്ട് ഇത്തവണ നമ്മളൊരു ഹാൾമാർക്കായി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കൂടെ അതും കൂടെ കൊടുക്കുക. ഒരു ഗ്രീൻ മാലിന്യമുക്ത വലിച്ചെറിയുമുക്ത ഒരു പൂരമായി മാറ്റാൻ സാധിക്കും എന്നുള്ള രീതിയിൽ കൂടെ ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിൻ്റെ ഭാഗമായി സമാപന സമ്മേളനത്തിൽ 1 ലക്ഷത്തിലധികം വ്യാപാരികൾ പങ്കെടുക്കുന്നതിനായി കടകൾ അടച്ചിട്ടു. ഇതിൻ്റെ ഭാഗമായി തന്നെ മരുന്നുകടകളും ഹോട്ടലുകളും പച്ചക്കറി തുടങ്ങിയ എല്ലാവിധ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടു. ഒറ്റപ്പാലത്തും വ്യാപാര സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമായി അടഞ്ഞുകിടന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ പൊതുശൗചാലയം നിർമ്മിക്കണമെന്നും 3 മാലിന്യക്കൊട്ടകൾ സ്ഥാപിക്കണമെന്നുള്ള നിബന്ധനകൾ പാലിക്കണമെന്നാണ് സമരത്തിലൂന്നിയുള്ള പ്രധാന ആവശ്യം. മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ലൈസൻസ് ഫീ വർധന പിൻവലിക്കണമെന്നും പ്രധാന ആവശ്യമായി വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. ചിനക്കത്തൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. വള്ളുവനാടിൻ്റെ ആഘോഷം ചിനക്കത്തൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാത്രി 11 മണിക്ക് കാവിനു മുന്നിലെ കൊടിമരത്തിലാണ് ഉത്സവം കൊടിയേറുക. 11ാം നാളായ ഫെബ്രുവരി 24-നാണ് ചിനക്കത്തൂർ പൂരം. ദേശങ്ങളിൽ നിന്ന് വേണ്ടവരെല്ലാം എത്തിയോ എന്ന് കോമരം വിളിച്ചു ചോദിക്കുന്നതോടെ പൂരത്തിൻ്റെ മുളയിടൽ ചടങ്ങ് തുടങ്ങും. 2 വട്ടം നിഷേധ മറുപടികൾക്ക് ശേഷം 3ാം വട്ടവും ചോദ്യം ആവർത്തിക്കും. സമ്മതം ലഭിക്കുന്നതോടെ തട്ടകത്തിലുള്ളവരുടെ അയ്യയ്യോ വിളികളോടെയാണ് കൊടിക്കൂറ വാനിലേക്ക് വരിക. ഒറ്റപ്പാലം, മീറ്റിന, പാലപ്പുറം, പല്ലാർമംഗലം, എറക്കോട്ടിരി, തെക്കുമംഗലം, വടക്കുമംഗലം എന്നിങ്ങനെ 7 ദേശങ്ങൾ ചേർന്നാണ് ചിനക്കത്തൂർ പൂരം നടക്കുന്നത്. നിരിടവേള. പൊൻതിങ്കൾ നീയേ ഇനി എന്നും
ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. ഭാരതപ്പുഴ കൺവെൻഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഒറ്റപ്പാലത്ത് നടന്നു വന്ന ഭാരതപ്പുഴ കൺവെൻഷൻ രജത ജൂബിലിക്ക് സമാപന ദിവസം സുവിശേഷ പ്രസംഗവും സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിലുള്ള ഗാനശുശ്രൂഷയും നടന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 50-ലേറെ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷന്റെ ഭാഗമായി ആത്മീയ പ്രാർത്ഥന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രസംഗം എന്നിവയും നടന്നു. ഫെബ്രുവരി 8, 9, 10, 11 തീയതികളിലായി ഒറ്റപ്പാലം മണൽപ്പുറത്താണ് കൺവെൻഷൻ നടന്നു വന്നത്. കൺവെൻഷന്റെ ഭാഗമായി തന്നെ പാസ്റ്ററൽ ഫെയ്ത്ത് ബ്ലസ്സർ, പാസ്റ്ററൽ ഷാജി നപ്പോൾ, PG വർഗീസ് എന്നിവരും പ്രാസംഗികരായി ഉണ്ടായിരുന്നു. ഷൊർണൂർ നഗരസഭാ ബഡ്ജറ്റ് രാഷ്ട്രീയ പ്രസംഗമെന്ന് പ്രതിപക്ഷം. ഷൊർണൂർ നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് കീറി ബഹിഷ്കരിച്ചു. തങ്ങളുടെ MPയെ പരിഹരിച്ചതായും ടൗൺ ഹാൾ, സ്റ്റേഡിയം പോലുള്ള പദ്ധതികൾ ഈ ബജറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് കൗൺസിലർ ഷൊർണൂർ വിജയൻ ആരോപിച്ചു. കയറൂരിവിട്ട കാളകളെപ്പോലെയാണ് ഭരണകക്ഷിയിലെ കൗൺസിലർമാർ പെരുമാറുന്നതെന്നും ഷൊർണൂർ നവീകരണം ഇപ്പോഴും ജാംബവാന്റെ കാലത്തെ പ്രതീതിയാണ് ഉളവാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ഷൊർണൂർ ജനങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 45 കൊല്ലമായി മുനിസിപ്പാലിറ്റി ആയിട്ട് ഇപ്പോഴും ഇവിടെ ടൗൺ ഹാളുണ്ടോ, കളിസ്ഥലമുണ്ടോ, സ്റ്റേഡിയം ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് എന്താ ഉള്ളത് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരവേ നമുക്കുള്ളൂ. എന്നിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാന്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കോൺഗ്രസിനെ വിമർശിക്കുക, BJP വിമർശിക്കുക, ഇവർ സ്വന്തം പരാജയം മറച്ചു വെക്കാൻ വേണ്ടി വല്ല കയറൂരിവിട്ട കാളക്കൂറ്റിനെ പോലെ ഒരു മെമ്പറെ അഴിച്ചുവിടുക. എന്നിട്ട് വായിക്ക് തോന്നിയത് വിളിച്ചു പറയുന്നത്. ഇവിടെ MP 1 കോടി രൂപ, ഇതിന് മുമ്പ് MPമാരുണ്ടല്ലോ, ഇവിടെ ആശുപത്രിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ടോ? VK ശ്രീകണ്ഠൻ MP 1 കോടി രൂപ അതിന് വെച്ചു. ടൗണിലെ ടാക്സിക്കാർക്ക് പാർക്ക് പണിയാൻ ഫണ്ട് വെച്ചു. ഇതൊന്നും ഇവർക്ക് വികസനമല്ല. ഇവർ കോൺഗ്രസ് വികസനം മുടക്കികൾ, BJP വികസനം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവരുടെ പരാജയം മറച്ചു വെക്കാൻ ഞാൻ ചോദിക്കട്ടെ, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെയാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സാന്റിയാഗോ മാർട്ടിന് ദേശാഭിമാനി വിറ്റ പാർട്ടിയാണിത്. ഇവിടെ അർബൻ ബാങ്കിൻ്റെ അഴിമതി അന്വേഷിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടാണ്. അഴിമതിയല്ലേ? ഈ അഴിമതി ഒന്നും അവർ കാണില്ല. എന്നിട്ട് ഇവർ ഈ ബജറ്റ് ചർച്ചയിൽ ഷൊർണൂരിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇല്ലാത്ത ജാംബവാന്റെ കാലത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതാണ് ഒരു ബജറ്റ്. വെറുതെയല്ല ഷൊർണൂർ നന്നാവാത്തത്. ഷൊർണൂർ നന്നാവാനുള്ള ചർച്ച ബജറ്റ് ചർച്ചയിൽ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് ബജറ്റ് ചർച്ചയിലും ഒരു വിവരവുമില്ലാത്ത രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ചിലർ കളക്കുന്നത്. ബജറ്റിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് വികസനത്തിൻ്റെ മാതൃകകളെന്നാണ്. അതിന് പകരം രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പേക്കുത്തിൻ്റെ ദുരന്തമാണ്. ഒരു വികസനവുമില്ലാതെ, എല്ലാ റോഡുകളും തകർന്ന്, ഒരു കെട്ടിടമില്ലാതെ, ഒരു ടൗൺ ഹാളില്ലാതെ, ഒരു ഓഡിറ്റോറിയം ഇല്ലാതെ, ഇത്ര കണ്ട് ദയനീയമായ നിലയിൽ ഈ നഗരസഭ മുന്നോട്ട് പോകുന്നത് 45 കൊല്ലമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവരുടെ ഈ രാഷ്ട്രീയ അന്ധത കൊണ്ടാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഭരണപക്ഷത്തെ രാഷ്ട്രീയ അന്ധത ബാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ BJP ആവട്ടെ ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണ പദ്ധതിയടക്കം രാഷ്ട്രീയ പാപ്പരത്വം നിറഞ്ഞതാണ് ഈ ബഡ്ജറ്റെന്നും ആവർത്തന വ്യവസ്ഥതയാണ് ഈ ബഡ്ജറ്റ് തോന്നിപ്പിക്കുന്നതെന്നും ആരോപിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ക്രമക്കേടുണ്ടെന്നും ബജറ്റിൽ രാഷ്ട്രീയമായി രാമക്ഷേത്രമടക്കം ബാലിശമായി വലിച്ചിഴച്ചുവെന്നും BJP കൗൺസിലർ EP നന്ദകുമാർ ആരോപിച്ചു.
തികച്ചും ആവർത്തന വിരസത മാത്രമാണ് ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അത് ഒരെണ്ണം പോലും ഒഴിവാക്കാതെ ഈ വർഷവും അതേ രീതിയിൽ ഉൾപ്പെടുത്തിയ ബജറ്റാണ് ഈ വർഷമുണ്ടായത്. അതുമാത്രമല്ല, തികച്ചും തൊഴിലാളി വിരുദ്ധ നിലപാടായിട്ടാണ് ഈ വർഷത്തെ ബജറ്റ്. ഏതാണ്ട് 2023-24 വർഷത്തിൽ 60,000 1 ലക്ഷം തൊഴിൽ നൽകേണ്ട സമയത്ത് ഈ വർഷം 2023-24 ഈ കഴിയാനാകെ 2 മാസം ഷൊർണൂർ നഗരസഭയിൽ 20,000 തൊഴിൽ മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ അത് 60,000, 70,000, 1 ലക്ഷം വരെ തൊഴിൽ ദിനങ്ങൾ കൊടുത്ത കാലയളവിലാണ് ഇപ്രാവശ്യം 23-24 20,000 തൊഴിൽ ദിനം കൊണ്ട് സംതൃപ്തി അടയേണ്ട അവസ്ഥയാണ് ഷൊർണൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇവിടെ നിർബന്ധിതമായി തൊഴിൽ ചെയ്യരുത്, തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത്. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പൈസയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സമയബന്ധിതമായി പണം പഞ്ചായത്തുകളിൽ കൊടുക്കുന്ന സമയത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന നഗരസഭകളിൽ, പ്രത്യേകിച്ച് ഷൊർണൂരിൽ, ഈ നാൾ വരെ അവർക്ക് കൂലി കൃത്യമായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തവണ ബജറ്റിൽ വളരെയധികം ബുദ്ധിപൂർവ്വം 2 വർഷത്തെ തൊഴിൽ ദിനങ്ങളുടെ കണക്കാണ് ചെയർമാൻ അവതരിപ്പിച്ചത്. എന്നാൽ ബഡ്ജറ്റ് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും കാണിക്കാതെ ബഹിഷ്കരണം നടത്തുകയായിരുന്നു എന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. കൃത്യമായ രാഷ്ട്രീയ ബോധമില്ലാതെ, ധാർമ്മിക ബോധമില്ലാതെ പുറത്തുപോയി എന്തും വിളിച്ചു പറയുകയായിരുന്നുവെന്നും ജനാധിപത്യ കീഴ്വഴക്കം പാലിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അനുവദിക്കുകയും കേൾക്കാനുള്ള ഉത്തരവാദിത്വം ചോദിക്കുന്നവർക്കുണ്ട്. ചോദ്യം ഉന്നയിക്കുന്നവർക്ക് എന്താണ് അതിനുള്ള മറുപടി എന്ന് കേൾക്കാനുള്ള ഉത്തരവാദിത്വം. അപ്പം മറുപടി കേൾക്കാൻ കഴിയില്ല, തങ്ങൾക്ക് അതിനുള്ള സഹിഷ്ണുത ഇല്ല എന്നുള്ളതാണ് വസ്തുത. സഹിഷ്ണുതയോടുകൂടി ഇതെല്ലാം കേൾക്കുക എന്നുള്ള ഒരു മാന്യമായ രാഷ്ട്രീയ രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസും BJPയും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അവർ ഏതാണ്ട് കേരളത്തിലെ ഭരണത്തിനെതിരെ എന്ന പോലെ തന്നെ UDFും BJPയും ചേർന്ന് നിന്നുകൊണ്ടാണ് നഗരസഭയിൽ ഈ കാര്യങ്ങളെല്ലാം എതിർത്ത് പോകുന്നത്. എന്ത് ചെയ്താലും എതിർക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതാണ് വസ്തുത. ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാനുള്ള ധാർമ്മികമായിട്ടുള്ള ബോധം ഈ ഇറങ്ങിപ്പോയ കൗൺസിലർമാർക്കില്ല എന്നുള്ളതാണ് നമ്മൾ നേരെ നോക്കിയാൽ കാണാൻ സാധിക്കുക. അവർ ചില ചർച്ചകൾ ഒറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ബഡ്ജറ്റിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് മറുപടിയായിട്ട് വരുന്നതെന്ന് കേൾക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത അത് ഉന്നയിച്ചവർക്കുണ്ട്. അത് കേൾക്കാതെ അവിടെ നിന്ന് കേൾക്കാണ്ട് പിന്നെ പുറത്തു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊരു ജനാധിപത്യ കീഴ്വഴക്കത്തിന് ചേർന്നതല്ലല്ലോ. അപ്പോൾ അതിനുള്ളിൽ കൗൺസിലിനകത്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറുപടി കേൾക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി നൽകുന്ന ബഡ്ജറ്റിൽ 65.53 കോടി നീക്കിയിരിപ്പും 55.97 കോടി വരവും കണക്കാക്കുന്ന ബഡ്ജറ്റാണ് ഷൊർണൂർ നഗരസഭയിൽ അവതരിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്ക് പരിശീലന പദ്ധതിക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭയിൽ ആദ്യ ബാച്ച് ഹരിതകർമ്മസേന പരിശീലനത്തിന് തുടക്കമായി. പദ്ധതി മുഖേന നഗരസഭയിൽ വാങ്ങിയ ഉപകരണങ്ങൾ ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി സുനിതയ്ക്ക് കൈമാറി. സോർട്ടിംഗ് ടേബിൾ, ഫയർ എക്സ്റ്റിങ്ഷറുകൾ, വെയിങ് മെഷീൻ, കമ്പോസ്റ്റ് പാക്കിംഗ് മെഷീൻ, ഡീഡസ്റ്റർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. നഗരസഭയുടെ MCF RRF വിപുലീകരണവും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അയ്യങ്കാളി സ്മാരക ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരള കരമാലിന്യ സംസ്കരണ പദ്ധതി മുഖേന ഷൊർണൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ചെയർമാൻ വിശദീകരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശ്, KSW MP സോഷ്യൽ എക്സ്പെർട്ട് സീന പ്രഭാകർ, ഷൊർണൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ AV ശ്രീവിലാസ്, പട്ടാമ്പി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ NV സംഗീത, കില റിസോഴ്സ് പേഴ്സൺമാരായ V മണികണ്ഠൻ, KP രാമകുമാർ, PIU എഞ്ചിനീയർമാരായ RP ബിബിൻലാൽ, PK നവീൻ, കില തീമാറ്റിക് എക്സ്പെർട്ടുമാരായ P ചൈതന്യ, TK ദൃശ്യ, KK സുകന്യ എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം നഗരസഭകളിലെ 67 പ്രവർത്തകർ പങ്കെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടിച്ചു. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തി.
ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 5 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. 4 നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു നീല നിറത്തിലുള്ള ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസ് പരിശോധന നടത്തുന്നതറിഞ്ഞ് കഞ്ചാവ് ഉപേക്ഷിച്ച് പോയതാകാമെന്നും കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. PK യൂസഫ് അനുസ്മരണം നാളെ ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒറ്റപ്പാലം നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ ഗാനങ്ങളുടെ രചയിതാവുമായ PK യൂസഫിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടി നാളെ ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെയും ഒറ്റപ്പാലം ജനകീയ വായനശാലയും ചേർന്നാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MA നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. നിലമ്പൂർ ഐഷ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിനു മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് 3-ന് മാപ്പിളപ്പാട്ട് ഉത്സവം, തുടർന്ന് ദഫ്മുട്ട്, രാഷ്ട്രീയ ഗാനങ്ങളുടെ ആലാപനം എന്നിവ നടക്കുമെന്ന് സ്വാഗത സംഘം കൺവീനർ IM സതീശൻ, പുരോഗമന കലാസാഹിത്യ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് DB രഘുനാഥ് എന്നിവർ അറിയിച്ചു. ചടങ്ങിൽ NM നാരായണൻ നമ്പൂതിരി, E രാമചന്ദ്രൻ, CPI ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി S കൃഷ്ണദാസ്, ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ K ജാനകി ദേവി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി R ശാന്തകുമാരൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി സെക്രട്ടറി U ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുക്കുമെന്നും ACVക്ക് അനുവദിച്ച പ്രസ് മീറ്റിൽ അറിയിച്ചു. ഒറ്റപ്പാലത്തെ ജനകീയ വായനശാലയും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മേഖലാ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് മുതൽ ഗോപികാസിൽ PK യൂസഫ് അനുസ്മരണം സംഘടിപ്പിക്കുകയാണ്. PK യൂസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ 1960കളിൽ തൊട്ട് ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വലിയ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായ സമയത്ത് CPIMൻ്റെ കൂടെ നിൽക്കുകയും അത് രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ പോരാട്ടത്തിലും ഒപ്പം നിന്നുകൊണ്ട് പാട്ടുകളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമായി അദ്ദേഹം നടത്തിയിരുന്നു. മാപ്പിളപ്പാട്ടുകളിലൂടെയായിരുന്നു അന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചിരുന്നത്. നല്ലൊരു പ്രഭാഷകനായിരുന്നു, നല്ലൊരു ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു. സാംസ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മേഖലാ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചിരുന്നു. നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. EK ഐമുവിൻ്റെ ഇജ്ജ് മനസ്സിലാവാൻ നോക്കുന്നുള്ള നാടകത്തിലൊക്കെ തന്നെ നിലമ്പൂർ ആയിഷയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള കാര്യം നടത്തിയിരുന്നു. ഏതാണ്ട് അടുത്ത കാലം വരെ ഒറ്റപ്പാലത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിത്വമായിരുന്നു PK യൂസഫ്. ആ യൂസഫിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മതേതരത്വവും അതുപോലെ തന്നെ മനുഷ്യത്വവും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സാംസ്കാരിക പ്രവർത്തനം അനിവാര്യമായിട്ടുള്ളൊരവസരത്തിലാണ് വായനശാലയും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒറ്റപ്പാലത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മഹത്തായ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് യൂസഫ് ക ജീവിതത്തോട് ഇവിടെ പറഞ്ഞത്. അത്തരം ഒരാളുടെ സ്മരണ എങ്ങനെയാണ് നാട്ടിലെ പുതിയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ് പുരോഗമന കലാസാഹിത്യ സംഘവും ജനകീയ വായനശാലയും ചേർന്ന് നടത്താൻ ശ്രമിക്കുന്നത്. പാട്ടുകൾ, നാടകങ്ങൾ ഒക്കെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആശയങ്ങളെ സന്നിവേശിപ്പിക്കുന്ന കലാരൂപങ്ങളാണ്. അതൊക്കെയും പ്രതിലോമ ശക്തികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ് ഇന്നത്തേത്. അല്ലെങ്കിൽ കലയും സാഹിത്യവും ഒക്കെ കേവലം സുഖിക്കാനും ആസ്വദിക്കാനും മാത്രമാണ് എന്നൊരു ചിന്ത നിൽക്കുന്ന ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്തടക്കം ജനകീയ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഗാനങ്ങൾ ചമച്ച യൂസഫ് കെയുടെ ജീവിതം പ്രാധാന്യമുള്ളതാവുന്നത്. അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, എല്ലാ ജനകീയ പോരാട്ടങ്ങൾക്ക് മുമ്പിലും യൂസഫ് കെയുടെ പാട്ടുകൾ ജനങ്ങളെ ആവേശം കൊള്ളിക്കുകയും ഒരു മതനിരപേക്ഷവും ജനകീയവുമായ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ രൂപത്തിൽ ഗുണവും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരാളെ സ്മരിക്കുമ്പോൾ അദ്ദേഹം എടുത്തുപയോഗിച്ച ആയുധങ്ങളെ തേച്ചു മിനുക്കിയിട്ട് പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവിടെ ഒരു ജനകീയ മുന്നേറ്റം സാധ്യമാക്കാൻ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നൊരു ശ്രമമാണ് ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
NSA ജ്വല്ലറി ഗോൾഡ് ഡയമണ്ട് സിൽവർ ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം പട്ടിക്കര പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 9037794367 9447040615 9847040616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ജില്ലാതല പട്ടയമേള ആലോചനായോഗം ഫെബ്രുവരി 14 നടക്കും. ജില്ലാതല പട്ടയമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഫെബ്രുവരി 14 രാവിലെ 11 വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ജനറൽ അറിയിച്ചു. സംസ്ഥാന പട്ടയമേള ഫെബ്രുവരി 22 വൈകിട്ട് 3:30 തൃശൂരിൽ നടക്കുന്നതായി ബന്ധപ്പെട്ടാണ് ജില്ലയിൽ യോഗം നടക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ മാർച്ച് 31 അടയ്ക്കണമെന്ന് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിന് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ളവരൊഴികെയുള്ള എല്ലാ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥർ കൈവശക്കാർ നിർബന്ധമായും മാർച്ച് 31 പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ട വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീ, കെട്ടിട വാടക എന്നിവയോടൊപ്പം ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീയും അടയ്ക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫീസ് അടയ്ക്കാത്തവർക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിച്ച് പിഴ സഹിതം ഈടാക്കുമെന്നും പഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ മേൽപ്പറഞ്ഞ യൂസർ ഫീയുടെയും മറ്റ് നികുതിയേതര വരവുകളുടെയും കുടിശ്ശിക തീർപ്പാക്കിയ രസീത് നിർബന്ധമായും നൽകണമെന്നും സെക്രട്ടറി അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ പൊതുയോഗം നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ 2024-2026 വർഷത്തെ പൊതുയോഗം വിമുക്തി ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് മൂപ്പത്ത് ശിവശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുരളീധരൻ നായർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വരണാധികാരി GK നായർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ഹരികൃഷ്ണൻ ചോലയിൽ, K. വേലു, S. ദാസ്, KM മോഹൻദാസ്, P. വിഷ്ണുമോഹൻ, V. അനിത, ഉഷാരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KK മുരളീധരൻ നായരെ പ്രസിഡന്റായും, ചോലയിൽ ഹരികൃഷ്ണൻ സെക്രട്ടറിയായും, K. വേലുവിനെ ട്രഷററായും, S. ദാസിനെ വൈസ് പ്രസിഡന്റായും, KM മോഹൻദാസിനെ ജോയിന്റ് സെക്രട്ടറിയായും, K. വേണുഗോപാലിനെ ഓർഗനൈസേഷൻ സെക്രട്ടറിയായും, മഹിളാ വിംഗ് പ്രസിഡന്റായി V. അനിതയെയും, മഹിളാ വിംഗ് സെക്രട്ടറിയായി ഉഷാരാജനെയും, ട്രഷററായി OK ഗീതയെയും, വൈസ് പ്രസിഡന്റ് ഓഫ് മഹിളാ വിംഗ് ആയി CK മല്ലികയെയും, മഹിളാ വിംഗ് ജോയിന്റ് സെക്രട്ടറിയായി സുജാതയെയും, മഹിളാ വിംഗ് ഓർഗനൈസേഷൻ സെക്രട്ടറിയായി ബിന്ദുവിനെയും പൊതുയോഗം തിരഞ്ഞെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.